ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെ ഒരു റീല് കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫോറെവർ എന്ന് നമുക്ക് മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്ന്. സത്യമല്ലേ? അതായത് ഇപ്പോൾ വന്ന് വന്ന് കാണുന്നൊരു ട്രെൻഡാണ്. റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തീരുമാനിക്കുക, ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഫോറെവർ കാണും. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് അങ്ങ് വാഗ്ദാനം, ഫേക്ക് പ്രോമിസ് അങ്ങ് കൊടുക്കുക, ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഫോറെവർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കുമെന്ന്. ശരിക്കും അത് സത്യമായിരിക്കുമോ? അദ്ദേഹം പറഞ്ഞ കൂട്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഫോറെവർ ആണെന്ന് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കല്യാണം കഴിഞ്ഞ് 34 വർഷം കഴിഞ്ഞവർ വരെ ഡൈവോഴ്സ് ആവുന്ന ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലത്തിൽ ഈ ഒരു ഫോറെവർ എന്നൊരു വാക്ക് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും റിലേഷൻഷിപ്പ് ആയിട്ടാണെങ്കിലും ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തികയുന്നതിന് മുമ്പ് ഫോറെവർ ആണെന്ന് പറയുന്നതിൽ ഒരിക്കലും ഒരു അർത്ഥമില്ല. ശരിക്കും അദ്ദേഹം പറഞ്ഞ കൂട്ട് മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമേ നമുക്ക് ഞാൻ നിങ്ങളുടെ ലൈഫിലൊരു ഫോറെവർ പേഴ്സൺ ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് പീപ്പിൾ ചേഞ്ചസ്, പ്രയോറിറ്റി ചേഞ്ചസ്. മനുഷ്യരും മാറും, അവരുടെ പ്രയോറിറ്റിയും മാറും. കാലം മാറുന്നതിനനുസരിച്ച് ഇത് രണ്ടും മാറിക്കൊണ്ടിരിക്കും. അവസാനം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ അവസാന കാലത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഐ ആം യുവർ ഫോറെവർ പേഴ്സൺ എന്ന്.